ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വോട്ട് ഷാഫിയുടെ പിൻഗാമിക്ക് ഷാഫി വോട്ട് ചെയ്യാനെത്തുന്ന ആ സാഹചര്യം കൂടി സജിത്ത് കൂടിയുണ്ട്. സജിത്ത് കഴിഞ്ഞിട്ട് പ്രതികരിക്കാം. ആദ്യം ഒന്ന് രേഖപ്പെടുത്തട്ടെ. രാവിലെ ഒരു ടെൻഷനും തയ്യാറെടുപ്പുകളും എല്ലാം അങ്ങനെ കണ്ടോട്ടെ. എന്തിനാ ഇങ്ങനെ രാവിലെ തന്നെ ബുദ്ധിമുട്ട് ചോദ്യം ചോദിക്കുന്നത്? രാവിലെ ടെൻഷനും തയ്യാറെടുപ്പും. മണ്ഡലത്തിൽ ഷാഫിയുടെ പിൻഗാമിയാകാനായിട്ട് വന്നിരിക്കണം. എല്ലാ അനുഗ്രഹമുണ്ട്. UDFന്റെ ഒരു ജനപ്രതിനിധി പാലക്കാടിന് വേണമെന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ആ തീരുമാനം പാലക്കാട്ടെ ജനതയുടെ തീരുമാനം ഒന്ന് രേഖപ്പെടുത്താനാണ് ഞാൻ അകത്ത് പോകുന്നത്. അന്ന് രേഖപ്പെടുത്തിയതിന്റെ ശേഷം നമുക്ക് സംസാരിക്കാം. കഷ്ടപ്പെട്ട് ചോദ്യം ചോദിച്ചത് രാവിലെ ടെൻഷൻ. നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അതിന്റെ ടെൻഷൻ ചോദിച്ചത്. തയ്യാറെടുപ്പോട് പറഞ്ഞോ. നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞങ്ങളുടെ വോട്ടുകൾ മാക്സിമം പോളിക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞ 3 തവണ ഉണ്ടായ പോലെ തന്നെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കൊന്നും നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം UDFന്റെ അത് 3 തവണയും ഉണ്ടായ അതേ കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് പാലക്കാടിന് വീണ്ടും ഒരു UDF MLA വേണം എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷാഫി ഉറപ്പിക്കുന്നു ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എത്തുമെന്ന്. ഇതേ പ്രതീക്ഷ തന്നെയാണ് മറ്റ് 2